നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വ്യാപനത്തിന് പിന്നാലെ നടപടികൾ കടുപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് സ്വദേശിവൽക്കരണം. ഇതുമൂലം നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയുണ്ടായി. എന്നാൽ കുവൈറ്റിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. അതായത് കുവൈറ്റിൽ നിന്നും പ്രവാസികളെ നാടുകടത്താൻ ചിലവായത് കോടികളെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രവാസികളെ നാടുകടത്തുന്നതിൽ വിമാന ടിക്കറ്റിനായി വൻതുകയാണ് കുവൈറ്റ് മുടക്കിയത് പോലും. MP അബ്ദുള്ള അൽ മുദാഫിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ 42,529 പ്രവാസികളെയാണ് നാടുകടത്തിയിരിക്കുന്നത്. ഈ പ്രവാസികളുടെ വിമാന ടിക്കറ്റുകൾക്കായി തന്നെ രാജ്യം ഏകദേശം 2 മില്യൺ KD, അതായത് 49 കോടിയിലധികം ചെലവഴിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ 3 മാസത്തിനിടെ മാത്രം കുവൈറ്റിലെ തൊഴിൽ വിപണി വിട്ടത് 27,200 പ്രവാസികളാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഡിസംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ 14,79,545 വിദേശ തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് 14,52,344 വിദേശ തൊഴിലാളികളാണ് നിലവിൽ വിപണിയിലുള്ളത്. 2021 ഡിസംബറിൽ ഏകദേശം 4,51,000 ഈജിപ്തുകാർ രാജ്യത്തെ പ്രാദേശിക തൊഴിൽ വിപണിയിൽ ജോലി ചെയ്തിരുന്നു. 43,07,000 ഇന്ത്യക്കാർ, 15,08,700 ബംഗ്ലാദേശികൾ, 69,500 പാകിസ്ഥാനികൾ, 64,300 ഫിലിപ്പിനോകൾ, 63,300 സിറിയക്കാർ, 38,000 നേപ്പാളികൾ, 27,500 ജോർദാനികൾ, 20,000 ഇറാനികൾ രാജ്യത്ത് കഴിഞ്ഞ വർഷം ജോലി ചെയ്തിരുന്നു. അതേസമയം കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം കുവൈറ്റിൽ നിന്നും 13,000-ഓളം പ്രവാസികളെ പിരിച്ചുവിട്ടതായി സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു. വിവിധ സർക്കാർ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം 79,000-ആയി കുറഞ്ഞു. 5 വർഷത്തെ പദ്ധതി പ്രകാരം നടപ്പാക്കിയ കുവൈറ്റ് വൽക്കരണത്തെ തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം 66,000-ആയി കുറഞ്ഞിട്ടുമുണ്ട്. ഇത് മാത്രമല്ല, കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണവും കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ നിലയിലെത്തിയതായി റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 19%, അതായത് 1,40,000 തൊഴിലാളികളുടെ കുറവാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയത്. 2019 7,31,370 ഗാർഹിക തൊഴിലാളികൾ ഉണ്ടായിരുന്നത് 2021 5,91,360 കുറഞ്ഞു. കോവിഡ് മഹാമാരി തുടങ്ങിയപ്പോൾ മുതലാണ് രാജ്യത്ത് ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയത്. ഇതുമാത്രമല്ല, കഴിഞ്ഞ 3 വർഷത്തിനിടെ കുവൈറ്റിലെ തൊഴിൽ വിപണി വിട്ടുപോയത് 3 ലക്ഷത്തിലേറെ പ്രവാസികളെന്ന് കണക്കുകൾ ചൂണ്ടിക്കാണിച്ചു. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരമാണിത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ തന്നെ രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം 2018 28,91,255 നിന്ന് 2021 25,20,301 കുറയുകയും ചെയ്തു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏകദേശം 3,74,000 വിദേശികൾ എന്നേക്കുമായി വിട്ടുപോയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സർക്കാർ മേഖലയിൽ വർക്ക് പെർമിറ്റ് ലഭിച്ച പ്രവാസികളുടെ എണ്ണം 2018 10,07,657 ആയിരുന്നത് 2021 96,800 കുറയുകയും ചെയ്തു. 2017 കുവൈറ്റ് വൽക്കരണ തന്ത്രം സിവിൽ സർവീസ് കമ്മീഷൻ നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് പ്രവാസികളുടെ ഈ കൊഴിഞ്ഞു പോക്കുന്നത് മനസ്സിലാക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.